الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا قوم اتبعوا المرسلين قال نبينا وحبيبنا محمد صلى الله عليه وسلم أنا خاتم النبيين لا نبي بعدي أو كما قال صلى الله عليه وسلم الله سبحانه وتعالى പരിശുദ്ധമായ പരിപാവനമായി പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങൾ സദാ വീതറുന്ന സുഖാനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയായ സ്വർഗലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവുന്നു. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും മണ്ണറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും മാനസികമായ, ശാരീരികമായ, ആത്മീയമായ എല്ലാ ഖൈറുകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് തന്റെ അടിമകൾ ഈ സമയത്തിന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കി അതിനോടൊരു നല്ല മനുഷ്യനായി, നല്ല സ്വഭാവത്തിന്റെ ഉടമയായി, തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ഒരു അടിമയായി തീരുന്നതിന് വേണ്ടിയാണ് റജബ് പോലെ, ശഅബാൻ പോലെ, റമദാൻ പോലെയുള്ള സമയങ്ങൾ, മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്തിന്റെ എല്ലാ മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ഇബാദത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ അവന്റെ മാനസികമായ അവസ്ഥകളെ പാകപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലവനായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായി തീരുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വരച്ചു കാണിച്ച അത്തരം മാർഗങ്ങളെ പറ്റി നമ്മൾ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എനിക്ക് നന്നാവാൻ കഴിയും, എങ്ങനെ ഒരു നല്ല മനുഷ്യനായി, നല്ല സ്വഭാവത്തിന്റെ ഉടമയായി എനിക്ക് മാറാൻ കഴിയും എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാർഗങ്ങളിൽ അതിപ്രധാനമായ, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട, മനുഷ്യന് സന്മാർഗത്തിലേക്ക് എത്താൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് സുഹ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി
ബന്ധം സ്ഥാപിക്കുക, ആ തങ്ങളുമായിട്ടുള്ള സ്വഹബത്ത് കരസ്ഥമാക്കുക എന്നത് തന്നെയാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഉമ്മത്തിലേക്ക് അവരിലേക്ക് ഓരോ പ്രവാചകന്മാരെ അയച്ചതിന്റെ അവരുടെ ലക്ഷ്യവും അവരുടെ ഡ്യൂട്ടിയെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെ അയച്ച് അവരുടെ ഉമ്മത്തിലെ മാനസികമായ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ മോശത്തരങ്ങളെയെല്ലാം മനസ്സിലാക്കി അവരെ നന്മയുടെ വക്താക്കളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു പ്രവാചകന്മാരുടെ നിയോഗ ലക്ഷ്യം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹബീബായ തങ്ങളുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബന്ധം കരസ്ഥമാക്കാൻ കഴിയുക? ആ പ്രവാചകൻ നമ്മളിൽ നിന്നും ദേഹവിയോഗം നടന്നുപോയല്ലോ. ആ പ്രവാചകനുമായി, ആദരവായ പ്രവാചകനുമായി എനിക്ക് എങ്ങനെയാണ് ഒരു സുഹബത്ത്, ആ പ്രവാചകനെ എങ്ങനെയാണ് എനിക്ക് അടുത്തറിയാൻ കഴിയുക? അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അന ഖാതമുൻ നബിയ്യീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. എന്നിട്ട് പറയുന്നുണ്ട്, വസയകൂനു ഖുലഫാ ഫയക്സിറൂൻ, എനിക്ക് പിൻഗാമികളായി, എന്റെ വാരിസീങ്ങളായി എന്റെ ആദർശത്തെ ഞാൻ കൊണ്ടുവന്ന ദീനിനെ ഈ ദുനിയാവിൽ നിലനിർത്തുന്നതാകുന്ന എന്റെ പിൻഗാമികൾ കടന്നു വരാനുണ്ട്, എന്റെ വാരിസീങ്ങൾ കടന്നു വരാനുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട തിരുസുന്നത്തിനെയും പ്രവാചകന്റെ അധ്യാപനങ്ങളെയും പരിശുദ്ധമായി ഖുർആനിനെ ജീവിപ്പിക്കുന്ന എന്റെ പിൻഗാമികൾ കടന്നു വരാനുണ്ട്. അവരെല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് കൻസുൽ ഖുർആനാണ്, ഖുർആനിന്റെ നിധിയാണ്. അതിൽ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്, അല്ലാഹുവേ പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തി യഥാർത്ഥ സന്മാർഗത്തിലേക്ക് എന്നെ എത്തിക്കണേ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്തേണ്ടതായ മാർഗം എന്താണ്? ഹബീബായ തങ്ങളിലേക്കാണ്. ആ ഹബീബായ തങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ മാലിക്കായ ഖാലിക്കായ പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ എത്തിച്ചേരണം. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ സുഹബത്തിലൂടെ അവർ കരസ്ഥമാക്കിയത് അള്ളാഹുവിനെയായിരുന്നു. അങ്ങനെ ആ പ്രവാചകനുമായിട്ടുള്ള ബന്ധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഷെൽഫുകളിൽ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഖുർആൻ എന്ന് ലഭ്യമാണ്. എന്നാൽ ആ ഖുർആൻ കൊണ്ട് കിട്ടേണ്ടതാകുന്ന പ്രതിഫലങ്ങളോ മാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം ആ സഹാബാക്കൾ ഖുർആൻ പഠിച്ചത് അവരുടെ പ്രവാചകൻ ഹബീബായ തങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ആ തങ്ങളിലൂടെ അവർ വിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കി, ആ തങ്ങളിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അവരെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, റളിയല്ലാഹു അൻഹും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി അവർ മാറിയെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ പൊരുൾ, അതുപോലെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമിന്റെ ഒക്കെ പൊരുൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം നമുക്ക് കിട്ടുന്നില്ല എങ്കിലും ആ പ്രവാചകനിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് വസീലകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വിജയത്തിന്റെ ഒരു മാനദണ്ഡം. നമുക്ക് പ്രവാചകനുമായിട്ട് ബന്ധമില്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ പറഞ്ഞു തരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ പറയുന്നുണ്ട് പല ആയത്തിലൂടെ, ഖുർആനിന്റെ ആഹ്വാനവും അത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് എനിക്കങ്ങ് നന്നായി കളയാമെന്ന് വെച്ചാൽ നമുക്കത് സാധ്യമല്ല.
നമുക്ക് എങ്ങനെയാണ് അത് പഠിക്കാൻ കഴിയുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊച്ചുകുട്ടികളെ വിദ്യാലയങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി പഠിപ്പിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അക്ഷരമാലയെ പറ്റി അവർക്ക് അറിയില്ല. വിദ്യാഭ്യാസത്തിന്റെ ഒന്നും അറിയാത്ത വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരിൽ നിന്നും ഓരോ വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടാവുക. എന്നാൽ അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ അത് അറിയാവുന്നവരടുത്ത് പോയി എന്ത് ചെയ്യും? സമീപിക്കും വാഹനം പഠിക്കാൻ വേണ്ടി, വാഹനം ഓടിക്കാൻ. അങ്ങനെ എല്ലാ മേഖലയിലും അറിയാത്ത തനിക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി അത് അറിയാവുന്നവരെ പോയി സമീപിക്കുക, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരായി ജീവിക്കണം. വഖൂനൂ മഅസ് സാദിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറഞ്ഞു തരികയാണ്, വഖൂനൂ മഅസ് സാദിഖീൻ, സത്യസന്ധനായ ജീവിതത്തിൽ പരമ യാഥാർത്ഥ്യത്തോടുകൂടി അല്ലാഹുവിനെയും അവന്റെ ദീനിനെയും മനസ്സിലാക്കുന്ന സച്ചരിതരായ സത്യസന്ധരായ ആളുകളുമായിട്ട് നിങ്ങൾ കൂടിച്ചേരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നാൽ നമുക്കിന്ന് പല മേഖലകളിൽ ബന്ധമുണ്ട്. കച്ചവടത്തിൽ നമുക്ക് കൂട്ടുകാരുണ്ട്, രാഷ്ട്രീയത്തിൽ നമുക്ക് കൂട്ടുകാരുണ്ട്. എല്ലാ മേഖലകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് അറിവില്ലായ്മ സംഭവിച്ചാൽ അത് ചോദിച്ചു മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് അതിന്റെ അജ്ഞതകൾ നീക്കുവാൻ എത്ര പരിശ്രമങ്ങളാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ പള്ളികളിൽ പോലും അത് സംഘടിപ്പിച്ചു. എല്ലാം നല്ലതിനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമയിൽ വിശ്വസിക്കുന്ന മുഅ്മിനായ എന്റെയും നിങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന ആ മാർഗത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ, അതിനുള്ള വഴികൾ, അതിനുള്ള വസീലകൾ എവിടെന്നാണ് എനിക്ക് ലഭിക്കുക? ഞാൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകനിൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഏത് വിഷയത്തിൽ അജ്ഞത ബാധിച്ചാലും അതിനറിയാവുന്നവരുടെ അടുക്കൽ പോയി അതിനെപ്പറ്റി നമ്മൾ അറിവുകൾ നേടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചുമക്കളെ മദ്രസകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ നമ്മൾ പറഞ്ഞയക്കുന്നത് അവര് അറിയില്ലാത്ത കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി, അവർക്ക് അറിവില്ലായ്മയുള്ള വിഷയങ്ങളെ പറ്റി പഠിക്കുവാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ അറിയുവാനുള്ള എന്ത് പരിശ്രമമാണ് നമ്മൾ ചെയ്തത്? അല്ലാഹുവിനെ അറിയാൻ നമ്മൾ ആരെ അറിയണം? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആ ഹബീബായ തങ്ങളെ നമ്മൾ അറിയണം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അങ്ങേ ഞാൻ ഈ ലോകത്തിന്റെ അനുഗ്രഹമായിട്ടാണ് അവതരിപ്പിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞതുപോലെ ആ പ്രവാചകനെ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രിയമുള്ളവരെ ആ പ്രവാചകൻ അവരെ സ്ഥാനം കൊടുത്തു നമുക്ക് കഴിയുന്നില്ല. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി, എന്റെ മാതാപിതാക്കളെക്കാട്ടിലും എന്റെ ദുനിയാവിനെക്കാട്ടിലും എന്റെ കച്ചവടമായി കൊള്ളട്ടെ ഏത് മേഖലയെക്കാട്ടിലും എന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എനിക്കോ നിങ്ങൾക്കോ ബന്ധമില്ല എങ്കിൽ യഥാർത്ഥ മുഅ്മിനാവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം 17 പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാത എനിക്ക് കാണിച്ചു തരണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ ശാപമിറങ്ങിയ, നീ കോപിക്കുന്ന, നീ ദേഷ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല പടച്ചവനെ, നിന്റെ അനുഗ്രഹങ്ങളിൽ കഴിയുന്നവർ, പ്രവാചകന്റെ തിരുസുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നവർ, പരിശുദ്ധമായ ഖുർആനിന്റെ വാഹകരായ ആളുകളുടെ കൂട്ടത്തിൽ പടച്ചവനെ എന്നെ ഉൾപ്പെടുത്തണേ എന്നൊരു ദിവസം 17 പ്രാവശ്യം നമസ്കാരങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ
അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബാക്കി എല്ലാ വഴികളെ പറ്റി നമ്മൾ അന്വേഷിക്കാറുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ പ്രിയമുള്ളവരെ നമുക്കതറിയാവുന്ന ആളുകളുടെ അടുക്കൽ നമ്മൾ പോകാറുണ്ട്. എത്രത്തോളം നമ്മുടെ മൊബൈൽ ഫോൺ ഒരു കുറച്ച് സമയത്തേക്കൊന്ന് ഹാങ് ആയി പോയാൽ വണ്ടിയുമായി നേരെ മൊബൈൽ ഷോപ്പിൽ പോയി അവിടെയുള്ള ആളുകളെ കാണിച്ച് അതിന്റെ തകരാറുകൾ നമ്മൾ തിരുത്താറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്ന കെലിമയിൽ നമുക്ക് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹബീബായ തങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഹബീബായ തങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ദുനിയാവിന്റെ പറയുകയാണ്, എല്ലാ വിഷയങ്ങളിലും ഏത് വിഷയം കടന്നു വന്നാലും ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ മുഴുകി കഴിയുകയാണ്. പ്രിയമുള്ളവരെ, അത് നമ്മൾ മാറിയില്ല എങ്കിൽ ദുനിയാവിൽ നിന്ന് നമ്മൾ പലരെയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ തലവന്മാരെ അവർ അഗാധമായി സ്നേഹിക്കുന്നുണ്ട്, അവരെ പിൻപറ്റുന്നുണ്ട്. എന്നാൽ സ്പോർട്സ് താരങ്ങൾ, അവരെ ഇഷ്ടപ്പെടുന്നവർ അവരെ പ്രിയമുള്ളവരെ അനുഗമിക്കാറുണ്ട്. അതുപോലെ സിനിമാ താരങ്ങളെ അതിയായി സ്നേഹിക്കാറുണ്ട്. അവരെ ആരാധനാമൂർത്തികളെ പോലെ അവരെ ആദരിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അത്തരം ആളുകളെ, പ്രവാചകനെ സ്വീകരിക്കാത്തവരെ, പ്രവാചകനെ തിരിച്ചറിയാനുള്ള പരിശ്രമം നടത്താത്തവരെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയൗമ യഅഖുല്ലാഹു അലാ യദൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിന്റെ ബയാനതകൾ പറയുകയാണ്, വയൗമ തശഖഖു സ്സമാഉ ബിൽ ഗമാം വനുസിലൽ മലായികതു തൻസീല. ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന ദിവസം മലായികത്തുകൾ കൂട്ടമായി ഇറങ്ങി വരുന്ന ഖിയാമത്തിന്റെ ബയാനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വയൗമ യഅഖുല്ലാഹു അലാ യദൈഹി. ഇതാ അക്രമികളായ ആളുകൾ, മനസ്സിന്റെ വൈകല്യങ്ങളെ തിരിച്ചറിയാത്ത, തന്റെ തിന്മകളെ തിരിച്ചറിയാത്ത, താൻ ചെയ്തു പോയ തിന്മകളുടെ അക്കൗണ്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അതിനെ പൂർണ്ണമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ പരിശ്രമിക്കാത്തവരാകുന്ന ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ വരുമത്രേ. വയൗമ യഅഖുല്ലാഹു അലാ യദൈഹി. ആ അക്രമികൾ കൈകൾ കടിച്ചുകൊണ്ട് പറയും, യഖൂലു യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല. അല്ലാഹുവേ, പടച്ചവനെ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പ്രവാചകനുമായിട്ടൊരു സുഹബത്ത് ലഭിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് അവർ കിടക്കുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാമായിരുന്നല്ലോ. ആളുകൾ നന്നാവാൻ പരിശ്രമിക്കാത്ത, അവര് ചെയ്തു പോയ തിന്മകളിൽ ആണ്ടുപോയ ആളുകൾ, പ്രിയമുള്ളവരെ, പ്രവാചകനെ റോൾ മോഡലാക്കാത്ത, തന്റെ രാഷ്ട്രീയ തലവന്മാര് പറയുന്ന കാര്യങ്ങളും അവര് പറയുന്ന തീരുമാനങ്ങളും അജണ്ടകളും നടപ്പാക്കാൻ മാത്രം വെപ്രാളം കൊള്ളുന്ന ചില ആളുകൾ നാളെ ആഖിറത്തിൽ വന്നിട്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ പറയുന്ന വാചകമാണ്, യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല. അല്ലാഹുവേ, എന്റെ ഹബീബായ തങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ പ്രവാചകനെ എനിക്ക് ഇത്തിബാ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ചിന്തിക്കണം. രണ്ടാമതായി ആ അക്രമികൾ പറയും, യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി, എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ലം അത്തഖിദു ഫുലാനൻ ഖലീല. ഞാൻ ഇന്നവനെ കൂട്ടുകാരനാക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന സംഘടനയിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയില്ലായിരുന്നെങ്കിൽ, ഇന്ന സിനിമാ താരങ്ങളെ ഞാൻ ആരാധിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ന സ്പോർട്സ് താരങ്ങളെ ഞാൻ സ്നേഹിക്കുകയും എന്റെ ജീവിതത്തിന്റെ സമയങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചില്ലായിരുന്നുവെങ്കിൽ, എന്റെ പ്രവാചകനെ ഞാൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്ന് നാളെ ആഖിറത്തിൽ നന്മകളെ തിരുത്താൻ തയ്യാറാവാത്ത, തന്റെ മനസ്സിന്റെ വൈകല്യങ്ങളെ മാറ്റി നിർത്തി ആ പ്രവാചകന്റെ പാതയിലേക്ക് കടന്നു വരാത്തവർ, ആ പ്രവാചകന്റെ പാത സ്വീകരിക്കാത്തവർ നാളെ ആഖിറത്തിൽ ഖേദിക്കുമെന്ന് വിശുദ്ധമായി ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്തിന്റെ ഭയാനതകളിൽ എല്ലാവരും ഇങ്ങനെ കിടന്ന് ഖേദിക്കുമ്പോൾ അവിടെ സമാധാനിക്കുന്നവർ ആ പ്രവാചകന്റെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇത്തഖൽതു മഅ റസൂലി സബീല. ആ പ്രവാചകന്റെ പാത എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനുമായിട്ട് നേരിട്ടുള്ളൊരു സുഹബത്ത് നമുക്ക് ലഭിക്കുകയില്ല. ആ പ്രവാചകനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയമുള്ളവരെ, സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അത് തീർച്ചയായ കാര്യമാണ്. എനിക്ക് ശേഷം ബനൂ ഇസ്രായേലിലേക്ക് കടന്നു വന്നതുപോലെ പ്രവാചകന്മാർ ഇനി വരാനില്ല. ലാ നബിയ ബഅദി. പക്ഷേ വസയകൂനു ഖുലഫാ, എന്റെ സുന്നത്തിനെ പുനർജീവിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, ധാരാളമായി കടന്നു വരാറുണ്ട്. നമ്മുടെ നാടുകളിൽ ഉണ്ടാവാം, എല്ലാ ജില്ലകളിലും ഉണ്ടാവാം, കേരളത്തിലും ഉണ്ടാവാം, അമേരിക്കയിലും ഉണ്ടാവാം, എല്ലാ നാട്ടിലും അത്തരം ആളുകൾ ഉണ്ട്. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കാലശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അങ്ങനെ ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം താബിഈങ്ങൾ കടന്നു വന്നു, തബഇ താബിഈങ്ങൾ കടന്നു വന്നു. അവരെ അതേ രൂപത്തിൽ ഫോളോ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സജ്ജനിതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി പിൻപറ്റുന്ന പരിശുദ്ധമായ ശരീഅത്തുകൾ നടപ്പാക്കുന്ന അത്തരം ആളുകൾ, പ്രവാചകന്റെ വാരിസീങ്ങൾ, പ്രവാചകന്റെ പിൻഗാമികൾ ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, അവർ ഭൗതികമായ പ്രശസ്തികൾ ആഗ്രഹിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തുകയില്ല. അവരിലേക്ക് എത്താനുള്ള മാർഗം പ്രധാനമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക തന്നെയാണ്. അതുകൊണ്ടാണ് 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. അതെത്തിക്കേണ്ട ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷേ അതിനുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. അള്ളാഹുവേ, പടച്ചവനെ, നിന്നിലേക്ക് എത്തിക്കാനുള്ള വസീലകൾ, മാർഗങ്ങൾ, അത്തരം ആളുകളുമായിട്ടുള്ള നല്ല സുഹബത്ത് നമുക്ക് തരണേ. പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളിലും അസുഖം ബാധിച്ചാൽ, ഒരു മാരകമായ ഒരു രോഗം ബാധിച്ചാൽ നമ്മൾ ആദ്യം അന്വേഷിക്കും, ഇന്ന രോഗം വന്ന രോഗികൾ പരിസരത്താരെങ്കിലും ഉണ്ടോ, അവർ ഏത് ഡോക്ടറിനെയാണ് കൊണ്ട് കാണിച്ചത്, അവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഇന്ന ആശുപത്രിയിൽ പോയാൽ അവിടുത്തെ ക്രമീകരണങ്ങളെ പറ്റി നമ്മൾ എല്ലാവരും ആലോചിക്കാറുണ്ട്. എന്നാൽ ഇത്തരം മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ വളരെ സ്പഷ്ടമായി, വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ട് ആ ഒരു മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളിലേക്ക് കടന്നു വന്ന മഹാന്മാരാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ ഒരുപാട് മഹാന്മാരെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ കാണിച്ചു തന്നത്, ആ പ്രവാചകന്റെ തിരുസുന്നത്ത്, പ്രിയമുള്ളവരെ, തന്റെ അനുയായികളിൽ നടപ്പാക്കാനാണ് അവർ തീരുമാനിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്ന ദർശനത്തിലൂടെ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്ന മഹാനാണ് അജ്മീറിൽ അന്തിയുറങ്ങുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അവറുകൾ. അവിടെ പല വിഷയങ്ങളും നടക്കുന്നുണ്ടാവാം, പല അനാചാരങ്ങളും നടക്കുന്നുണ്ടാവാം. അതിനെ ശരീഅത്തിന്റെ മാനദണ്ഡങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അവർ ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്ത് കടന്നുപോയവരാണ്. ഇന്ത്യയുടെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം, ഈ ഇന്ത്യയിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ദീനിന്റെ പരിശ്രമമായി കടന്നു വന്നു. നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ഈ ഇന്ത്യയുടെ മണ്ണിൽ ഒരുപാട് മദാരിസുകൾ കടന്നു വരാനുള്ള ചരിത്രം നമുക്ക് പഠിച്ചാൽ അവരിലേക്ക് നമുക്ക് ചെന്ന് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുമായിട്ടുള്ള നല്ല സുഹബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒന്നാമതായി പടച്ചവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹ്, പടച്ചവനെ, ഈ ദുനിയാവിൽ പല ആളുകളുമായിട്ടുള്ള ബന്ധമുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ വന്നിട്ട് ഖേദിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരത്തല്ലേ പടച്ചവനെ. യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഇന്ന ആളുടെ കൂടെ ഞാൻ കൂടിപ്പോയല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് ഖേദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല.
പ്രിയമുള്ളവരെ, നമ്മൾ പലരെ കൂട്ടുകാരാക്കിയേക്കാം, പക്ഷേ നമ്മുടെ റോൾ മോഡലായി തെരഞ്ഞെടുക്കേണ്ടത് അഷ്റഫുൽ ഖൽഖായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ റസൂലിനെ നമ്മൾ അംഗീകരിക്കുകയും ആ റസൂലിനെ നമ്മൾ ജീവിതത്തിൽ അതിയായി സ്നേഹിക്കുകയും അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ, വസീലകൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ യാസീനിൽ നമുക്ക് കാണാം, ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനാർത്ഥം മന്ദാക്കിയയിലേക്ക് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഒരു സംഭവമാണ്. മഹാനായ ഇമാം റാസി പറയുന്നുണ്ട്, ഇവിടെ ഇത്തബിഉൽ മുർസലീൻ, മുർസലീങ്ങളായ റസൂലിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് ഖുർആൻ ഉദ്ദേശിച്ചത് നബിമാരെയല്ല, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞയച്ച പ്രബോധകരെയാണ്, അവരുടെ ശിഷ്യന്മാരെയാണ്. അതുകൊണ്ട് മഹാനവറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വറസൂലു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അയക്കുന്ന ദൂതന്മാർ, അവരുടെ പിൻഗാമികൾ റസൂലുള്ളാഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിക്കണം. എന്റെ രോഗങ്ങളെ ഇല്ലാതാക്കാൻ, എന്റെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നവരാണ്. എന്റെ മാനസികമായ വൈകല്യങ്ങളെ ചികിത്സിക്കാൻ മഹാനായ ഇമാമുനാ ശാഫി റഹ്മത്തുള്ളാഹി തെരഞ്ഞെടുത്തതുപോലെ, പ്രിയമുള്ളവരെ, മഹാന്മാര് തെരഞ്ഞെടുത്തതുപോലെ ഒരുപാട് ഖുതുബകളും പ്രഭാഷണങ്ങളും ഇൽമി സദസ്സുകളും ഞാൻ നടത്തുന്നുണ്ട്. പക്ഷെ എന്റെ തിന്മകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ആളുകളെ അല്ലാഹുവേ പടച്ചവനെ നീ എനിക്ക് തരണേ എന്ന് അത്തരം മഹാന്മാര് ദുആ ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര നമസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ട്, എത്ര നോമ്പുകൾ പ്രിയമുള്ളവരെ ഫസാദായി പോയിട്ടുണ്ട്, എത്രത്തോളം ഗീബത്തുകൾ, എത്രത്തോളം നമീമത്തുകൾ, മറ്റുള്ളവരുടെ പരദൂഷണങ്ങൾ എത്രയോ പറഞ്ഞവരാണ്. എന്നാൽ അതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായി കാണുകയാണ്. അതിനെയെല്ലാം ഉപേക്ഷിച്ച് മാനസികമായ വൈകല്യങ്ങളെ മാറ്റി നിർത്തി പരിശുദ്ധമായ റജബിലാണ് നാം ഉള്ളത്. ഇതാ ശഅബാൻ കടന്നു വരാൻ പോവുകയാണ്. ശഅബാൻ കടന്നു വന്ന് റമദാനിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മാനസികമായ എല്ലാ പോരായ്മകളും പരിഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ തിന്മകൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. നമ്മൾ ശീലിച്ചു പോയ ഒരുപാട് മോശമായ ഗുണങ്ങളെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല, എന്റെ പ്രവാചകനെ കണ്ടെത്താൻ എനിക്ക് ദുനിയാവിൽ കഴിഞ്ഞില്ലല്ലോ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട യുവാക്കളോട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ പലവരും ഇങ്ങനെ കറങ്ങി നടക്കുന്നതും അങ്ങോട്ട് പോകുന്നതുമെല്ലാം നമ്മൾ കാണുന്നതാണ്. നാളെ ആഖിറത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇന്ന് ഈ ദുനിയാവിന്റെ പർവ്വരസങ്ങൾ നശിച്ചു പോകുന്ന ഒരു ദിവസം നമ്മൾ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി തീരാൻ പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി പടച്ചവനോട് ദുആ ചെയ്യുക. ആ പ്രവാചകന്റെ പാത നമ്മൾ പിൻപറ്റുക. എങ്കിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ ഹിദായത്തിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എല്ലാ നമസ്കാരങ്ങളാണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഈ റജബിൽ പറയപ്പെടുന്ന, ശഅബാനിൽ പറയപ്പെടുന്ന, റമദാനിൽ പറയപ്പെടുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലുള്ള തിന്മകളെ, അവരുടെ കൽവിനെ ശുദ്ധീകരിക്കലാണ്. ഇതാണ് ദീനിന്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ ഇബാദത്തുകളും. ഹജ്ജായിക്കൊള്ളട്ടെ, നോമ്പായിക്കൊള്ളട്ടെ, നമസ്കാരമായിക്കൊള്ളട്ടെ, ഈ ജുമാ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിന്റെയും പ്രമേയവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ കൽബിനെ ശുദ്ധീകരിക്കലാണ്, മാനസികമായിട്ടുള്ള പരിവർത്തനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അഹബ്ബുൻ നാസി ഇലല്ലാഹി അഹ്സനുഹും ഖുലുഖ, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ മനസ്സ് നല്ലവരാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. അങ്ങനെ ആ ഹബീബുമായി ബന്ധം ചേർത്ത്, ആ ഹബീബിന്റെ വാരിസ്യങ്ങളുമായി ബന്ധം ചേർത്ത്
യഥാർത്ഥ തിരുസുന്നത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച നാളെ ആഖിറത്തിൽ സന്തോഷിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും ആശുപത്രികളിലാണ്. അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് കാമിലായ ആജിലായ മുസ്തഖറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.